ഇൻക്വസ്റ്റ് കഴിഞ്ഞാൽ ഉടൻ ബോഡി ലാബിലേക്ക് മാറ്റാം. എന്റെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് വിടരുത്. യെസ് സർ. ഹലോ അച്ഛാ, ഞങ്ങൾ വന്നോണ്ടിരിക്കുക. നിങ്ങൾ എവിടെ എത്തി? ആ, നീ വന്നോന്ന് ഇപ്പോഴും ചോദിച്ചേ ഉള്ളൂ ഏട്ടൻ തമ്പുരാൻ. അച്ഛാ, അമ്മാവനും പ്രീതവും. ആ, അതൊക്കെ വന്നിട്ട് പറയാം. ആ, ഓക്കെ. നിക്കിയ അകത്തേക്ക് ആരെയും വിടണമെന്ന് തമ്പുരാൻ പറഞ്ഞിരിക്കണേ. വന്നിരിക്കുന്നത് കൃഷ്ണപ്രസാദെന്ന് പറയും. ഏട്ടൻ തമ്പുരാൻ ഇപ്പൊ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ കാണാൻ പോയി നിൽക്കുക. ആ, വാ മക്കളെ. കിഷോറിനോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കണം. പ്രീത് പറഞ്ഞപ്പോൾ വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് പ്രവീണുമായിട്ട് അവസാനമായിട്ടൊന്ന് സംസാരിക്കെങ്കിലും ചെയ്യായിരുന്നു. ഇതിപ്പോ നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് ഇത് ചെയ്ത ആളെ കണ്ടുപിടിക്കുക എന്നുള്ളതാ. അമ്മാവന്റെ ആഗ്രഹം ഈ കേസ് ഞങ്ങൾ അന്വേഷിക്കണമെന്നാ. ഹോം മിനിസ്റ്ററെ വിളിച്ച് അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. ഞങ്ങളിപ്പോ പോകുന്ന IG ഓഫീസിലേക്കാ ചാർജ് എടുക്കാൻ. വിവേക്, വാ. ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക താല്പര്യമെടുത്ത് അതുങ്ങളെ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം അതൊരു കുഴപ്പം പിടിച്ച കേസാ. പോരാത്തതിന് മരിച്ചത് നിങ്ങളുടെ ബന്ധുവും. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. പുറത്തു നിന്നുള്ള ആരുടെയും ഫിംഗർ പ്രിന്റ്സ് കിട്ടിയിട്ടില്ല. പിന്നെ പോലീസ് നായ്ക്ക് മണം കിട്ടാതിരിക്കാൻ അവിടെ എന്തോ പെർഫ്യൂം തളിച്ചിട്ടുമുണ്ട്. അത് ചെയ്തത് ആരായാലും വളരെ സമർത്ഥമായിട്ടാണ് തെളിവുകൾ നശിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഒന്നുണ്ട്, എത്ര സമർത്ഥമായി തെളിവുകൾ നശിപ്പിച്ചാലും കുറ്റവാളി ആരാണെന്നറിയാൻ ദൈവം ഒരടയാളം ബാക്കിയിട്ടേക്കും. നമ്മളൊക്കെ അതിനെ ദൈവത്തിന്റെ വിരലടയാളം എന്ന് വിളിക്കും. അത് കണ്ടെത്താൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ വിജയം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. തെളിവ് നശിപ്പിക്കുക എന്നതായിരുന്നു കൊലയാളിയുടെ ഉദ്ദേശം. കാരണം പെട്രോളിനോടൊപ്പം വെജിറ്റബിൾ ഓയിലും ചേർത്താണ് ബോഡി കത്തിച്ചിരിക്കുന്നത്. പെട്രോളിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ അസ്ഥികൾ പോലും കത്തിച്ചാമ്പലായി പോകും. ഏതായാലും കൊലയാളി അതിസമർത്ഥനാണ്. അയാൾ ശരിക്കും നമ്മളെ ചലഞ്ച് ചെയ്തിരിക്കുക. ഇവിടെ മാത്രമല്ല, കൊല നടന്ന മുറിയിലും ഒരു തെളിവും ബാക്കി വെച്ചിട്ടില്ല. വരൂ. മരിക്കുന്ന സമയത്ത് പ്രവീൺ കിടന്നത് അവിടെയാണ്. കാരണം അവിടെയാണ് കൂടുതൽ രക്തം തളം കെട്ടി കിടക്കുന്നത്. അവിടുന്ന് ബോഡി വലിച്ചാണ് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. കൊലയാളി മിക്കവാറും ഒറ്റയ്ക്കാവാനാ സാധ്യത. കാരണം ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ബോഡി വലിച്ചോണ്ട് പോവില്ല, എടുത്തോണ്ടേ പോകുമായിരുന്നുള്ളൂ. ഇതിന്റെ മെറ്റീരിയൽ ബേക്ക്ലൈറ്റ് വിഭാഗത്തിൽപ്പെട്ട പ്ലാസ്റ്റിക്കാണ്. കത്തി, കടറ തുടങ്ങിയ ആയുധങ്ങളുടെ പിടി ഉണ്ടാക്കാൻ വേണ്ടി സാധാരണ ഇത് ഉപയോഗിക്കും.
ഇതൊരു പക്ഷേ കൊലയാളി കൊണ്ടുവന്ന ആയുധത്തിൽ നിന്നും ഇളകി വീണതാവാൻ സാധ്യതയുണ്ട്. ഇത് നോക്കൂ. ആ പ്രദേശത്തുള്ള ചിലരെ ഞാൻ ചോദ്യം ചെയ്തിരുന്നു. മഴ പെയ്യാൻ തുടങ്ങിയ രാത്രി 11 മണിക്കാ. അതേസമയം 10:30 വിവേക് ഫോൺ ചെയ്യുമ്പോൾ ഫോൺ ഇറക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ കൊല നടന്നത് ഏതാണ്ട് ഒരു 10നും 10:30 ഇടയ്ക്കായിരിക്കണം. പക്ഷേ എന്നെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. പ്രവീണിന്റെ അരക്കെട്ടിലെ അസ്ഥിയാണിത്. ഇതിനെന്തോ പ്രത്യേകത ഉള്ളതുപോലെ. കേസിന്റെ ഒരു സാധ്യതയും വിട്ടുകളയരുത്. തുടക്കത്തിൽ എല്ലാവരെയും സംശയിക്കണം. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം ഓരോരുത്തരെയായിട്ട് ഒഴിവാക്കാൻ. അവശേഷിക്കുന്നത് എത്ര അവിശ്വസനീയമാണെങ്കിലും അതായിരിക്കും സത്യം. ഞാനിതൊക്കെ പറയുന്നത് നിങ്ങളും കൊട്ടാരത്തിലെ അംഗങ്ങളായതുകൊണ്ടാ. തുറന്ന മനസ്സോടെ വേണം നിങ്ങൾ രണ്ടുപേരും ഈ കേസിനെ സമീപിക്കാൻ. കൊട്ടാരത്തിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യണം, ബന്ധുക്കൾ ഉൾപ്പെടെ. കാരണം ബിഫോർ യു ലുക്ക് അറ്റ് ദ ഔട്ട്ലോസ് യു മസ്റ്റ് ലുക്ക് അറ്റ് ദ ഇൻലോസ്.